48,000-ഓളം ഗാനങ്ങൾ. ആ സ്വരമാധുരി ഇനി ഓർമ്മകളിൽ മാത്രം. നൊമ്പരമായി തെന്നിന്ത്യയുടെ വാനമ്പാടി ജാനകിയമ്മ. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയും, തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം 7 തവണയും, ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും നേടിയ ഗായിക ജാനകിയമ്മ. ആരാധകർ ജാനകിയമ്മ എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന ജാനകി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ്. 1938 ഏപ്രിൽ 23-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3-ാം വയസ്സിൽ തന്നെ അവർ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. ആകാശവാണി ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിക്കുകയും 1957-ൽ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് ജാനകിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുള്ള ജാനകി ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര ബെടുക, ജർമ്മൻ ഭാഷകളിലും സ്വരസാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1200-ൽ പരം മലയാളം സിനിമാ ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം പകർന്നിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കിണി, ആസാമീസ്, സിന്ധി തുടങ്ങിയ 17 ഭാഷകളിൽ സോളോ, യുഗ്മഗാനം, ഡ്യുവറ്റ്, കോറസ് മുതലായവ പലതരത്തിലുള്ള 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ജാനകിയെ തേടിയെത്തിയത്. 1976-ൽ 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ സിന്ദൂര പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1980-ൽ ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന ഗാനത്തിനും, 1984-ൽ തെലുഗു ചിത്രമായ സിതാരയിൽ വെന്നല്ലോ ഗോദാരി ആനന്ദം എന്ന് തുടങ്ങുന്ന ഗാനത്തിനും, 1992-ൽ തമിഴ് ചിത്രമായ തേവർ മകനിൽ ഇഞ്ചി ഇടുപ്പഴക എന്ന് തുടങ്ങുന്ന ഗാനത്തിനുമാണ് ദേശീയ അവാർഡുകൾ ലഭിച്ചത്. 2013-ൽ പത്മഭൂഷൺ ലഭിച്ചെങ്കിലും ജാനകി ഇത് നിരസിക്കുകയായിരുന്നു. ഗായിക എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് പുറമെ ജാനകി ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. നിരവധി തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾക്ക് പുറമെ അവർ ഗാനങ്ങൾ എഴുതി. 2017-ൽ മൈസൂർ മാനസ ഗംഗോത്രയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് അവസാനിപ്പിച്ചു. മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു ജാനകിയുടെ അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-യോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ICUലേക്ക് മാറ്റുകയായിരുന്നു. രാത്രി 7:30-യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്.